ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സഖ്യമുണ്ട്. ഈ സഖ്യമെന്ന് പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള നാവിക സഖ്യമാണ്. ഈ സഖ്യം ഇപ്പോൾ തകരാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം ഇപ്പോൾ ചൈന ഇന്ത്യയുമായി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയാനുള്ള കാരണം. പക്ഷേ അതിനിടയിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിൽ ഇന്ത്യ ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. ചൈന പാകിസ്ഥാനുമായിട്ടുള്ള നാവിക സഖ്യത്തിൽ പാർലമെന്റിലെ വിദേശകാര്യ സമിതിയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എം പി ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി ഇന്ത്യയുടെ മഹാസമുദ്ര തന്ത്രത്തിൻ്റെ വിലയിരുത്തൽ എന്ന റിപ്പോർട്ടിൽ ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും വിശാലമായ തന്ത്രപരമായ താല്പര്യങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ചൈന പാകിസ്ഥാൻ നാവിക സഖ്യം ആശങ്കാജനകമാണ് എന്നവർ പറയുമ്പോഴും ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് അവരുടെ ബന്ധം എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാന കാര്യം. ചൈന പാകിസ്ഥാൻ നാവിക സഖ്യം സംയുക്ത സൈനികാഭ്യാസങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് പാകിസ്ഥാൻ നാവികസേനയെ ആധുനികവൽക്കരിക്കുന്നുണ്ടെന്നും ഇത് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചേക്കാമെന്നും കമ്മിറ്റി ഊന്നിപ്പറഞ്ഞു. പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ഓഫ് ചൈന ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അത്യാധുനിക യുദ്ധക്കപ്പലുകൾ, ഒന്നിലധികം കാരിയർ യുദ്ധ ഗ്രൂപ്പുകൾ, അധിക വിമാനവാഹിനി കപ്പലുകൾ എന്നിവ അതിൻ്റെ കപ്പലിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഉൾപ്പെടെ നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ചൈന പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ രണ്ടു പേർക്കും ഉപയോഗിക്കാവുന്നതാണെന്നും കമ്മിറ്റി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ സമുദ്രവുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് ഡാറ്റ ചൈന സർവേ കപ്പലുകൾ വഴി ശേഖരിക്കുന്നുണ്ടെന്നും ഇത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണെന്നും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് ഇതിൽ പല കാര്യങ്ങളും ചെയ്യാനും സാധിക്കും. അത് കമ്മിറ്റി ഇപ്പോൾ നിർദ്ദേശിക്കുന്നുണ്ട്. ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ നേരിടാൻ ഇന്ത്യൻ സർക്കാരിന് കമ്മിറ്റി ചില സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ നാവികസേനയെ കൂടുതൽ ശക്തമാക്കുന്നതിന് അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പലുകൾ, നിരീക്ഷണ വിമാനങ്ങൾ, ആണവ ശക്തിയുള്ള അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുത്തണമെന്ന് കമ്മിറ്റി പറഞ്ഞു. തന്ത്രപരമായിട്ടുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ സൗഹൃദ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ക്വാഡ് രാജ്യങ്ങളുമായി ഇന്ത്യ സംയുക്ത നാവിക അഭ്യാസം തുടരണം. കഴിഞ്ഞ ആഴ്ച ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസുമായി ഇന്ത്യ ആദ്യ സംയുക്ത അഭ്യാസം നടത്തിയിരുന്നു. ചൈനയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ, കൃത്രിമ ബുദ്ധി തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യ ഉപയോഗിക്കണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.